ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുറച്ച് ഡിഷസ് അല്ല, ഞാൻ ഫസ്റ്റ് നോമ്പിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയ ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തത് കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ കട്ട്ലേറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്നാക്കായിട്ട് ഫസ്റ്റ് നോമ്പിന് നമ്മൾ സ്നാക്കായിട്ട് എടുത്തിരുന്നത് ഒരു 3 കൂട്ടം സ്നാക്സ് എടുത്തായിരുന്നു. ഒന്ന് ചിക്കൻ കട്ട്ലേറ്റും, പിന്നെ ഒന്ന് ചിക്കൻ സമൂസ, പിന്നെ ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ട് പഴം കുറച്ച് പൊരിച്ചു. അപ്പോൾ 2-3 തരം സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും ഒന്ന് കാണുക. പിന്നെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിരുന്ന ഒരു കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ഒക്കെ വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ ആദ്യത്തെ നോമ്പിൻ്റെ എൻ്റെ ഇഫ്താർ റെസിപ്പീസൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് റെഡിയാക്കിയിരുന്നത് കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ സമൂസയായിരുന്നു. അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വിസ്സിൻ്റെ റെഡിമെയ്ഡ് സമൂസ ലീഫാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ ഞാൻ സമൂസയുടെ വേറെ സെപ്പറേറ്റ് റെസിപ്പി ഷെയർ ചെയ്യാത്തത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ സെയിം ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ സെയിം ഫില്ലിങ്ങിൽ നിന്ന് നമ്മുടെ ബ്രെഡ് പൊടിയും അതുപോലെ തന്നെ മുട്ടയും ഒഴിവാക്കിയതിന് ശേഷം ആ സെയിം ഫില്ലിങ് കട്ട്ലേറ്റിൻ്റെ സെയിം ഫില്ലിങ് ഉള്ളിൽ വെച്ചതിന് ശേഷം അതാണ് ഞാൻ സമൂസയായിട്ടും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ സെയിം ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്യാതിരുന്നത്. നെക്സ്റ്റ് ഡേയിൽ വേറെ ഒരു വെറൈറ്റി സമൂസ ഫില്ലിങ്ങും ആയിട്ട് ഞാൻ വേറൊരു സമൂസ റെസിപ്പി നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ മെയിൻ ഫുഡായിട്ട്, അതായത് കറിയായിട്ട് ഞാൻ വെച്ചിരുന്നത് മട്ടൻ കറിയായിരുന്നു. അപ്പോൾ മട്ടൻ കറിയുടെയും ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മട്ടൻ കറിയുടെ വീഡിയോ കാണാത്തവർ ചെന്ന് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ, അതായത് ആദ്യത്തെ നോമ്പിൻ്റെ ഫസ്റ്റ് ഇഫ്താറിന് ഞാൻ വീട്ടിലുണ്ടാക്കിയ എൻ്റെ ഡിഷസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങോ അതുപോലെ തന്നെ വലിയ കഴിക്കലോ വിളമ്പലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികമില്ല. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ എൻ്റെ ഡിഷസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നീട് നമ്മൾ കറിയായിട്ട് വെച്ചത്, ഇഫ്താറിന് വേണ്ടിയിട്ട് കറിയായിട്ട് വെച്ചത് മട്ടൻ കറിയായിരുന്നു. അപ്പോൾ ഈ മട്ടൻ കറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മട്ടൻ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ മട്ടൻ കറിയായിരുന്നു. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് കുക്കറിൽ വെക്കുന്ന, വളരെ പെട്ടെന്ന് തന്നെ വെക്കുന്ന, അതായത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ മട്ടൻ കറിയൊക്കെ വെച്ചിട്ടില്ലാത്ത തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൊച്ചുള്ളിയും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ മട്ടൻ കറി വേറെ എന്തെങ്കിലും രീതിയിൽ ഞാൻ കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി വേറെ ഒരു രീതിയിലുള്ള മട്ടൻ കറിയും കാര്യങ്ങളുമൊക്കെ ഇനി വരും വീഡിയോയിൽ മട്ടൻ കറിയായിട്ടും ബീഫ് കറിയായിട്ടും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ചെന്ന് കാണുക. അപ്പോൾ നമ്മൾ സ്നാക്സായിട്ട് നമ്മൾ ആദ്യം കട്ട്ലേറ്റ് കാണിച്ചു, കട്ട്ലേറ്റ് റെഡിയാക്കുന്നത് കാണിച്ചു. പിന്നെ സമൂസയും ചിക്കൻ സമൂസ തന്നെയാണ് ഞാൻ സെയിം, അതായത് കട്ട്ലേറ്റിനും സമൂസയ്ക്കും വേണ്ടിയിട്ട് ഞാൻ സെയിം ഫില്ലിംഗ് ആണ് എടുത്തത്. അങ്ങനെയാണ് ഇന്നലെ ചെയ്തത്. അതാകുമ്പോഴത്തേനും നമുക്ക് ഡിഫറൻറ്റ് സ്നാക്കും ആയിരിക്കും. അപ്പോൾ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട്ലേറ്റിൻ്റെ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എഗ് കം ബ്രെഡ് കോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സമൂസയുടെ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു
ലീഫ് സംഭവമാണ്. അപ്പോൾ രണ്ടിൻ്റെ ഫില്ലിംഗ് ഒന്നാണെങ്കിൽ തന്നെയും പക്ഷേ അത് കഴിക്കുമ്പോൾ എക്സ്ട്രീംലി ഒരു ഡിഫറെൻറ്റ് ഫീലായിരിക്കും. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ സമയമൊക്കെ ആയി. അപ്പോൾ ഇഫ്താറിൻ്റെ സമയമൊക്കെ ഏകദേശം ആയപ്പോഴത്തേനും ഞാൻ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിരുന്ന സമൂസായും അതുപോലെ തന്നെ കട്ട്ലേറ്റും ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാം എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേനും സമൂസ പൊരിച്ച് കോരുകയാണ്, പൊരിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ 2-3 കൂട്ടം ഉള്ളത് കൊണ്ട് തന്നെ നമ്പർ വൈസ് വളരെ കുറച്ച് മാത്രമേ ഞാൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് കട്ട്ലേറ്റിന് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സവോള അരിഞ്ഞത്. സവോള, വിനാഗിരി, ഉപ്പ്, ഗ്രീൻ ചില്ലി നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം അത് കട്ട്ലേറ്റിന് കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിനെക്കായാലും ഭയങ്കര ഫേവറേറ്റാണ്. നമുക്ക് എന്താ ബീഫ് സമൂസയ്ക്കായിക്കോട്ടെ, ചിക്കൻ സമൂസയ്ക്കായിക്കോട്ടെ, അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്തിട്ടുള്ള വെജ് സമൂസയ്ക്കായിക്കോട്ടെ, ഈ ഒരു എന്താ പറയുക സവോള, ഈ ഒരു ചള്ളാസ്, ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റാണ്. നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ സവോള അരിഞ്ഞത് വിനേഗറിലിട്ട് അരിഞ്ഞത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ കൂടെ നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കും. അപ്പോൾ എൻ്റെ സമൂസ കംപ്ലീറ്റ് ഞാൻ പൊരിച്ചു കോരി. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 സമൂസയെ ഞാൻ ഇന്ന് പൊരിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്രയും കട്ട്ലേറ്റുമാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ കട്ട്ലേറ്റും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാങ്ക് കൊടുക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ടേബിളിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസ് തന്നെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്നത്. എന്നാൽ കട്ട്ലേറ്റിന് നമ്മൾ മെയിനായിട്ട് ഇന്ന് ആ ഒരു വിനേഗറിലിട്ടിട്ടുള്ള സവോളയാണ് മെയിനായിട്ട് കഴിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂസ ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ച് ടേബിളിൽ കൊണ്ട് വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കുറച്ച് ടൈം എടുത്ത് പതിയെ ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കട്ട്ലേറ്റിന് ചിലർ ബ്രെഡ് പൗഡർ, ബ്രെഡ് പൊടിയാണ് ചിലർ എടുക്കുന്നത്, ചിലർ റസ്ക് പൊടിച്ചതാണ് എടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഓരോരുത്തരുടെ ഓപ്ഷൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ ചിലർ മുട്ടയുടെ എഗ്ഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ആണ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് മുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, കോട്ടിങ് കൊടുക്കാനായിട്ട്. എന്നാൽ ചിലർ എഗ്ഗ് വൈറ്റും യോക്കും കോമൺ ആയിട്ട് രണ്ടും കൂടിയാണ്. ഞാൻ എഗ് വൈറ്റും എഗ്ഗ് യോക്കും രണ്ടും കൂടി ഒരുമിച്ച് ആണ് ഞാൻ ബ്രെഡ് നമ്മുടെ കട്ട്ലേറ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. അതും ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ചായ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് എന്നും ചായ ഇടുന്നത് പോലെ തന്നെ നോമ്പ് തുറക്കുന്നതോടുകൂടി നമ്മൾ ചായ, അപ്പം വെള്ളം കാര്യങ്ങളൊക്കെ കലക്കുന്നുണ്ട് എങ്കിലും നല്ല ചൂട് കട്ട്ലേറ്റും നല്ല ചൂട് സമൂസയുടെയും കൂടെ കഴിക്കാനായിട്ട് നമ്മളിതാ ചായയും കൂടെ ഇടുന്നുണ്ട്. നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏത്തപ്പഴം എടുത്തു, ഒരു 2-3 ഏത്തപ്പഴം എടുത്തു. അത് വെറുതെ ഈ ഒരു ഷേപ്പിനങ്ങ് കട്ട് ചെയ്തിട്ട് ആ സെയിം ഓയിലിലേക്ക് ഒന്ന് പൊരിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഞാൻ ഇപ്പോൾ സമൂസയും കട്ട്ലേറ്റും എരിവായിട്ടുള്ള ഐറ്റംസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരമായിട്ടുള്ള എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്ത് പൊരിച്ചു. പിന്നെ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, മുസമ്പി, ഒരു ആപ്പിള്, അതുപോലെ തന്നെ ഗ്രേപ്സ്. അപ്പോൾ ഞാൻ മുസമ്പിയൊക്കെ 2 എടുത്തു, ഒരെണ്ണമേ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് ഒരുപാടാണെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് വെക്കുന്നത് വേസ്റ്റായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് ആപ്പിൾ എടുത്തിട്ടുള്ളൂ. ഹാഫ് ആപ്പിളും ഒരു ഹാഫ് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും അതുപോലെ തന്നെ ഒരു മുസമ്പി. പിന്നെ നമ്മുടെ ടേബിളിലേക്ക് ഞാൻ കിച്ചണിൽ റെഡി ആക്കുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് ടേബിളിലേക്ക് കൊണ്ട് വെക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ലാസ്റ്റ് ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന് ബഹളം വെച്ച് ധൃതി വെച്ച് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആകുന്നതിനനുസരിച്ച് ഒന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്യണം. പിന്നെ കട്ട്ലേറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. സമൂസ എന്ന് പറയുന്നതും ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമുക്കതാണ് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 15
20 മിനിറ്റ്സ് മുന്നേ തന്നെ ഞാനത് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, ഇന്നത്തെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുസമ്പി, ആപ്പിൾ, ഗ്രേപ്പ്, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് വേണ്ട ഫ്രൂട്ട്സും നമ്മൾ ആവശ്യത്തിന് വേണ്ട ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ മെയിനായിട്ടുള്ള, നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഡേറ്റ്സ്. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, ലൈം ജ്യൂസ്, ഇക്കാക്ക് ലൈം ജ്യൂസ് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ലൈം ജ്യൂസും കൂടെ റെഡിയാക്കി. അപ്പോൾ വെള്ളം എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡേറ്റ്സും വെള്ളവും വെച്ചിട്ടാണ്, നോർമൽ വാട്ടറും വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ ചൂട് ചായയും കുടിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കഴിക്കൽ റുട്ടീൻ പോകുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പൊക്കെ തുറന്നു. നമ്മൾ കട്ട്ലേറ്റും സമൂസയും ഫ്രൂട്ട്സും ജ്യൂസും ചായയും എല്ലാം കൂട്ടി നമ്മൾ നോമ്പ് തുറന്നു. അതിനുശേഷം ഇക്ക പള്ളിയിൽ പോയി നിസ്കാരം, തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു 9:30 ടൈമൊക്കെ ആയപ്പോൾ ഞാനിതാ കിച്ചണിൽ കയറി. അപ്പോൾ നമ്മുടെ മട്ടൻ കറി, അപ്പോൾ ഇന്ന് കറിയായിട്ട് നേരത്തെ കുക്കറിൽ വെച്ച മട്ടൻ കറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് നേരം കൂടി ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു പാനിലേക്ക് മാറ്റി കുറച്ച് നേരം ആ മട്ടൻ കറി ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ താളിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് എങ്കിൽ, നൈസ് പത്തിരി ആണെങ്കിൽ നമുക്ക് താളിച്ച തേങ്ങാപ്പാലെന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പോൾ പ്ലെയിൻ തേങ്ങാപ്പാൽ കഴിക്കുന്നവരുണ്ട്, തേങ്ങാപ്പാൽ ഊറ്റുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ഇത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്, ചൂടൊക്കെ ആക്കി സെറ്റാക്കി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പം ഇക്ക പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് പിന്നെ ഇത്രയും നേരമായല്ലോ, നമ്മൾ നോമ്പ് തുറന്ന ഒരു 6:30 ഒക്കെ ആയപ്പോഴാണല്ലോ. അപ്പോൾ 6:30 കഴിഞ്ഞിട്ട് ഒരു 9:30 കൂടിയൊക്കെയാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ഇഫ്താർ റുട്ടീൻ പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഫ്രൂട്ട്സും സ്നാക്സും വെച്ചിട്ട് നോമ്പ് തുറക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ താളിച്ചതും അതുപോലെ തന്നെ നമ്മുടെ നൈസ് പത്തിരിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്നാക്സ് 2-3 കൂട്ടം പൊരിക്കുന്നെങ്കിലും മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു ടൈപ്പേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഇനിയിപ്പം വേറെ മെയിൻ ഐറ്റംസ് ഒന്നുമേ ഞാൻ റെഡിയാക്കുന്നില്ല. മെയിൻ കോഴ്സ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ ടേബിളിലേക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചു. ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മുടെ ഇഫ്താർ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ ഇക്കായും സാറായും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2-3 നൈസ് പത്തിരിയും അതിൻ്റെ മുകളിലേക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മട്ടൻ കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ തിക്കായിട്ട് ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ താളിച്ച കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലൂസും ആയിക്കോളും. കുറച്ച് സ്പൈസി ആയിട്ട് വെക്കുമ്പോൾ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു സ്വീറ്റ് നമുക്ക് കിട്ടിയിട്ട് എല്ലാം ബാലൻസ് ആയി പൊക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അൽഹംദുലില്ലാ നമ്മുടെ ആദ്യത്തെ റമളാൻ 1 നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറ ഇഫ്താർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ, നല്ല റാഹത്തായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.